നവംബർ 29 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ബ്ലെയിൻസ്, വിശുദ്ധ സത്തുർന്യൂസ്, വിശുദ്ധ ദെമത്രിയൂസ്, വിശുദ്ധ ബ്രണ്ടൻ, വിശുദ്ധ ഗുൽസ്റ്റൺ, വിശുദ്ധ ഫാർഡിയോയിൻ, വിശുദ്ധ ഇലുമിനാത്ത. വിശുദ്ധ സത്തുർന്യൂസ് 257 കാലഘട്ടത്തിലാണ് വിശുദ്ധ സത്തുർന്യൂസ് ജീവിച്ചിരുന്നത്. 245 ഫാബിയൻ മാർപ്പാപ്പ സത്തുർന്യൂസിനെ വേദപ്രചാരത്തിനായി ഫ്രാൻസിലേക്ക് അയച്ച നാൾ മുതലുള്ള സത്തുർന്യൂസിൻ്റെ ചരിത്രം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 250 ഡേഷ്യസും ഗ്രാത്തൂസും കോൺസുൽമാരായിരിക്കുമ്പോൾ വിശുദ്ധ സത്തുർന്യൂസ് ടൂറിസിൽ മെത്രാൻ സ്ഥാനം ഉറപ്പിച്ചു. നിരവധി ആളുകളെ അദ്ദേഹം മാനസാന്തരപ്പെടുത്തി. ക്യാപിറ്റോൾ എന്ന ക്ഷേത്രത്തിനും വിശുദ്ധൻ്റെ താമസ സ്ഥലത്തിനും മധ്യേ ഉണ്ടായിരുന്ന ഒരു ചെറിയ ദേവാലയത്തിൽ വിശ്വാസികൾ ഒത്തുചേർന്നിരുന്നു. കാപ്പിറ്റോൾ ക്ഷേത്രത്തിൽ ദേവന്മാർ പ്രവചിക്കാറുണ്ടായിരുന്നു എന്നാണ് അന്നത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ വിശുദ്ധൻ അതിൻ്റെ മുൻപിൽ കൂടി കടന്നു പോകുമ്പോൾ ദേവന്മാർ ഊമന്മാരാകുമായിരുന്നു. പൂജാരികൾ ഒളിച്ചിരുന്ന് ആരാണ് ഈ അത്ഭുത പ്രവർത്തകനെന്ന് കണ്ടുപിടിച്ചു. ക്ഷേത്രത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചിഴച്ച് കൊണ്ടുവന്നു. ഒന്നുകിൽ അദ്ദേഹം നിന്ദിതരായ ദേവന്മാർക്ക് ബലി ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബലി ചെയ്യണമെന്നായി പൂജാരികൾ. താൻ ഏകദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അവിടത്തേക്ക് ഞാൻ സ്തുതികളുടെ ബലികൾ അർപ്പിക്കും. നിങ്ങളുടെ ദേവന്മാർ പിശാചുക്കളാണ്. അവർക്ക് നിങ്ങളുടെ കാളകളേക്കാൾ നിങ്ങളുടെ ആത്മാക്കളെയാണ് ഇഷ്ടം. സത്തുർന്യൂസ് മറുപടി പറഞ്ഞു. കുപിതരായ പൂജാരികൾ അദ്ദേഹത്തെ പല വിധത്തിൽ മർദ്ദിച്ച ശേഷം ഒരു കാളയുടെ കാലിൽ കെട്ടിയിട്ട് കാളയെ ഓടിച്ചു. അദ്ദേഹത്തിൻ്റെ ശിരസ് തകർന്ന് അദ്ദേഹം മരിച്ചു. ഇന്നേ ദിവസം നമുക്ക് 2 തിമോത്തിയോസ് 2-ാം അധ്യായം 3-ാം വാക്യം ധ്യാനിക്കാം. ഉറച്ച വിശ്വാസം ഏതു വേദനകളും സഹിക്കുന്നു. ലോലമായ വിശ്വാസം സഹനത്തിൻ്റെ മുൻപിൽ വിരണ്ടോടുന്നു. ഈശോയുടെ ഒരു ഉത്തമ യോദ്ധാവിനെ പോലെ പരിശ്രമിക്കുക. വിശുദ്ധ സത്തുർന്യൂസിനെ പോലെ വിശ്വാസത്യാഗം നേടേണ്ടി വരുന്ന സമയത്ത് എല്ലാ വേദനകളും സഹനങ്ങളും സഹിച്ച് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി പോരാടാം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം.